ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ ധ്യാനത്തിനായി ശുശ്രൂഷയ്ക്കായി വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 5:6-7. 1 പത്രോസ് 5:6-7. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. മതി. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. താഴ്ത്തുന്നവനായ ദൈവമല്ല നമ്മുടെ ദൈവം, ഉയർത്തുന്നവനായ ദൈവമാണ്. ദൈവം ഒരു വ്യക്തിയെ ഉയർത്തുവാൻ തന്റെ ജീവിതത്തിൽ ഒരു ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഉയർത്തുന്നവനായ ദൈവം. ഹല്ലേലൂയ. ഉയർത്തുന്ന ദൈവം കരുതുന്നവനുമാണ്. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ ഉയർത്താൻ കണ്ടിരിക്കുന്ന ടൈം വരെയും അവനെ കരുതി വഴി നടത്തുവാനും ശക്തനാണ്. ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവമേ എന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ലയോ, എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഉള്ളോ എന്ന് പറയുന്നിടത്ത് ഹല്ലേലൂയ തിരുവചനം പറയുകയാണ്, ഏത് പ്രശ്നത്തിലൂടെ പോയാലും നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമുണ്ട്. എന്നാൽ ഹല്ലേലൂയ ആ പ്രശ്നങ്ങളുടെ മധ്യേ നിന്നെ കരുതുകയും ചെയ്യും. തകർന്നു പോകാതെ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതെ, പ്രശ്നങ്ങളിൽ പ്രതികൂലങ്ങളിൽ വീണു പോകാതെ നിന്നെ കരുതുകയും തക്ക സമയത്ത് ഉയർത്തുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചിന്താകുലം ഉണ്ടെങ്കിൽ, ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഈ വചനം ഏറ്റെടുക്കുക. അതിനെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം. പക്ഷേ ദൈവം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവന്റെ കൈ കീഴെ താണിരിക്കണം. ഹല്ലേലൂയ. നിന്നെ ഉയർത്തുവാൻ നമ്മുടെ ദൈവശക്തനാ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ കൈ കീഴെ താണിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ കൈ കീഴെ താണിരുന്ന് ദൈവം ഉയർത്തുന്ന തക്ക സമയത്തിനായി, ആ കരുതലിനായി കാത്തിരിക്കുന്നവർ. ഹല്ലേലൂയ. ഒരു ഹന്ന ഉണ്ടായിരുന്നു. ഹന്നയുടെ കരച്ചിൽ കാണാൻ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ. പരിഹാസ വാക്കുകൾ പറയുവാൻ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ആശ്വാസ വാക്ക് പറയുവാൻ, തന്നെ സഹായിപ്പാൻ, തന്റെ ഹല്ലേലൂയ വേദനയിൽ പങ്കുചേരുവാൻ ആരുമില്ലാത്തൊരു ഹന്ന. ഹല്ലേലൂയ. പക്ഷെ ഹന്നയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉയർന്നൊരു കാര്യമുണ്ട്. ഹന്നയ്ക്ക് ദൈവത്തെ കുറിച്ച് അറിയാവുന്ന വലിയൊരു വെളിപ്പാട്. ഇന്ന് നമുക്കും അത് ഉണ്ടായിരിക്കണം. എന്താന്ന് പറയുമ്പോൾ 1 ശമൂവേൽ 2:8 വായിച്ചേ. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് ഈ ഒരു ഉറപ്പുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീതിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉള്ളവരെ ഹല്ലേലൂയ ഏത് കുപ്പയിൽ നിന്നും ഉയർത്തുവാൻ അവൻ മതിയായ ദൈവമാ. ഇന്ന് സാഹചര്യങ്ങളെ നോക്കിയല്ല, ഹന്നയുടെ സാഹചര്യം നോക്കിയാൽ ഹല്ലേലൂയ പരിഹാസത്തിന്റെ വേദനയോടെയാ. പക്ഷെ അവൾക്കറിയാം ഇതിൽ നിന്ന് ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇതിൽ നിന്ന് ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതേ ദൈവം ഇന്ന് നമ്മുടെ മധ്യേ ഉള്ളതിനാൽ, അതേ ദൈവാത്മാവ് ഇന്ന് ഹല്ലേലൂയ ചിലരെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. ഓ ശബാലഖബറബശ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ കിടക്കുന്നത് കുപ്പയിലായാലും പൊടിയിലായാലും നിന്നെ നിവർത്തുവാനും ഉയർത്തുവാനും ഹല്ലേലൂയ രാജാക്കന്മാരോട് കൂടെ ഇരുത്തുവാൻ ഹല്ലേലൂയ ശക്തനായ ദൈവമാണെന്ന്. ഓ റബ ശബാലഖബറബശ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ ഹന്നയുടെ ജീവിതത്തിലെ പ്രത്യേകതയും അവൾ ദൈവത്തിന്റെ കൈ കീഴെ താണിരുന്നവൾ.
ഹല്ലേലൂയ. ആരൊക്കെ ഹല്ലേലൂയ ദേവാലയത്തിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. കാരണം തിരുവചനത്തിൽ ഹല്ലേലൂയ സൂസനായിട്ട് പറഞ്ഞ കണക്ക് ഹല്ലേലൂയ വചന ഹല്ലേലൂയ അങ്ങനെ ലഭിക്കാനില്ലാത്ത ഒരു സമയം. പുരോഹിതൻ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവത്തിന് വിരോധമായി ഹല്ലേലൂയ ജനത്തെ ഉപദ്രവിക്കുകയും ജനത്തിന്റെ യാഗങ്ങളെ മോഷ്ടിക്കുകയും ചെയ്യുന്ന സമയം. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നല്ല ഒരു ആളില്ലാത്തൊരു ടൈം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹന്ന ചെല്ലും. ഹല്ലേലൂയ. ഹന്നയ്ക്കറിയാം ഹല്ലേലൂയ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദേവാലയത്തിൽ സാന്നിധ്യം ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എന്റെ ഹൃദയം ദൈവവുമായി കൈമാറുമ്പോൾ ഹല്ലേലൂയ എന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് എന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ മറ്റുള്ളവർ എന്ത് ചെയ്തോ ചെയ്തില്ലയോ, ഹല്ലേലൂയ മറ്റുള്ളവർ പ്രാർത്ഥിച്ചില്ലയോ ഇല്ലയോ, ഹല്ലേലൂയ ഇതൊന്നും എന്റെ പ്രശ്നമല്ല. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എന്റെ ഹൃദയത്തെ കൈമാറാൻ ദൈവവുമായി ഞാൻ ആ ദൈവത്തിന്റെ കൈക്കീഴെ താണിരിക്കുവാൻ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ആത്മീയ മേഖലയിൽ നോക്കി അനേകർ വീണുകൊണ്ടിരിക്കുക. വീണവരെ കണ്ട് യാത്ര ചെയ്യുവാനല്ല. ഹല്ലേലൂയ എന്റെ ഹൃദയത്തിൽ എന്നോട് ഇടപെടുന്ന ദൈവം, എന്നോട് സംസാരിക്കുന്ന ദൈവം, എന്നെ വിളിച്ച ദൈവം, എന്നെ ഹല്ലേലൂയ തെരഞ്ഞെടുത്തവൻ, അവൻ തക്ക സമയത്ത് എന്നെ ഉയർത്തുമെന്ന ബോധ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ നമ്മളെ എല്ലാവരും ഒരുമിച്ചല്ല ദൈവം വിളിച്ചത്. ആണോ? അല്ല. ഓരോരുത്തരെയും ഓരോ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഓരോ ഇടങ്ങളിൽ വെച്ച് ദൈവം ദൈവത്തിൻ്റെതായ പദ്ധതിക്ക് വേണ്ടി വിളിച്ചു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ കണ്ടിട്ടല്ല. ഹല്ലേലൂയ എന്നെ സെപ്പറേറ്റ് ആയി വിളിച്ച ദൈവം, എന്നോട് ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്ത ദൈവം, എന്നെ കരുതാമെന്ന് പറഞ്ഞ ദൈവം, എന്നെ കാക്കാമെന്ന് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ എന്റെ അവസ്ഥ കുപ്പത്തൊട്ടിയുടെ ആയിരിക്കാം. ഹല്ലേലൂയ എന്റെ സാഹചര്യങ്ങൾ അങ്ങനത്തെ ആയിരിക്കാം. മറ്റുള്ളവർ നോക്കി പരിഹസിക്കുന്ന രീതിയിലുള്ള ആയിരിക്കാം. പക്ഷേ അവരോടല്ല ദൈവം വാഗ്ദത്തം ചെയ്തത്. ഹല്ലേലൂയ അവരെ അല്ല ദൈവം വിളിച്ചത് എന്നെയാണെങ്കിൽ ഹല്ലേലൂയ ഒന്ന് ഹൃദയത്തിൽ തൊട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞേ, എന്നെയാ ദൈവം വിളിച്ചെങ്കിൽ ഹല്ലേലൂയ അവൻ തക്ക സമയത്ത് ഞാൻ അവന്റെ കൈക്കീഴെ താണിരുന്നാൽ അവൻ എന്നെ തക്ക സമയത്ത് ഉയർത്തുമെന്ന്. അവൻ എന്നെ തക്ക സമയത്ത് അറിയാമോ, ഏതൊരു മനുഷ്യന്റെയും ആദിമ പിതാവും മാതാവും ആരാ? ആദാമും ഹവ്വയും. ഹല്ലേലൂയ. ആദാമും ഹവ്വയുമാ ഏതൊരു മനുഷ്യന്റെയും ആദ്യ പിതാവ് ആദാമാ. എന്നാൽ ദൈവത്തിന്റെ കൈക്കീഴെ താണിരുന്ന ഒരു വ്യക്തി അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം മറ്റൊരാളെ എഴുന്നേൽപ്പിച്ചു. ജഡത്തിൽ പിതാവ് ആദാം തന്നെയായാലും വിശ്വാസത്തിൽ ഒരു പിതാവിനെ ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആരെയാണോ? ദൈവത്തിന്റെ കൈക്കീഴെ താണിരുന്ന ഒരു അബ്രഹാമിനെ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ വൈകിയോ ഇല്ലയോ എന്നുള്ളതല്ല അബ്രഹാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈക്കീഴെ താണിരുന്ന ഒരുവനെ ഹല്ലേലൂയ ദൈവം മാനിച്ച വിധം എങ്ങനെയാണോ? വിശ്വാസികളുടെ പിതാവ്. ഹല്ലേലൂയ. ഏത് സ്ഥാനമാണ് നൽകിയെന്നറിയാമോ? ആദാം കൊണ്ടുപോയി നശിപ്പിച്ചൊരു സ്ഥാനമില്ലേ? അനുസരണക്കേടിനാൽ നഷ്ടമായ ഒരു സ്ഥാനമില്ലേ? അതിന് പകരം ദൈവം തന്റെ കൈക്കീഴെ താണിരുന്ന തന്റെ പ്രമാണങ്ങളെ കൽപ്പനകളെയും അനുസരിച്ച ഒരു അബ്രഹാമിനെ ഉയർത്തി. എന്തിനായിട്ടാ? വിശ്വാസികളുടെ പിതാവായി. കാരണം താനോ ദൈവകരത്തിൽ ഇരിക്കുന്നവനെ താണിരിക്കുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദാമിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ ആദാമിന് എവിടാ ഒരു പാളിച്ച പറ്റിയത്? അവന്റെ വിശ്വാസത്തിൽ അവനൊന്ന് തകർന്നു. ഹല്ലേലൂയ. കാരണം അവൻ ദൈവത്തിന്റെ വാക്കിനേക്കാൾ പാമ്പിനെയും ഹവ്വയുടെ വാക്കിനെ വിശ്വസിച്ചു. ഹല്ലേലൂയ.
ദൈവം പറഞ്ഞതല്ലേ ഹല്ലേലൂയ നീ അത് ഭക്ഷിക്കരുതെന്ന്. ആ വാക്കിനെ ആയിരുന്നു അവൻ വിശ്വസിക്കേണ്ടത്. പക്ഷെ പാമ്പ് വന്ന് പറഞ്ഞു, ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും, നീ മരിക്കത്തില്ല. ഹല്ലേലൂയ. വിശ്വാസം ഒന്ന് മാറിയപ്പോൾ ഹല്ലേലൂയ അവൻ വീണുപോയി. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തെ നോക്ക്. ഹല്ലേലൂയ. 25 വർഷമായിട്ടും വാഗ്ദത്തം ഒന്നും കണ്ടില്ല. ഹല്ലേലൂയ. ദൈവം വിളിച്ചിറക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും വാഗ്ദത്തം കാണുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ആദാമിന്റെ കണക്ക് മറ്റുള്ളവരുടെ വാക്ക് കേട്ടില്ല. അവനോട് സംസാരിച്ച ദൈവത്തെ, അവന് ഹല്ലേലൂയ പ്രത്യക്ഷനായ ദൈവത്തോട്, അവന് വാഗ്ദത്തം നൽകിയ ദൈവത്തിന്റെ ആ വാക്കിന് കീഴ്പ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ആ വാക്കിന് കീഴ്പ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഹല്ലേലൂയ അവനൊരു പേര് നൽകി, വിശ്വാസികളുടെ പിതാവ്. വിശ്വാസികളുടെ പിതാവ്. ഇന്ന് ദൈവാത്മാവ് ഈ ദൂത് കൈമാറുക. നീ ദൈവത്തിന്റെ കൈക്കീഴത്താണിരുന്നാൽ ഹല്ലേലൂയ മറ്റുള്ളവർ പറയുന്ന വാക്കിനല്ല, ദൈവം പറഞ്ഞതിനെ വിശ്വസിച്ച് ദൈവകരത്തിൽ താണ്ടിരുന്നാൽ നിനക്കൊരു നാമം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മറ്റാർക്ക് നൽകാത്ത പദവികളെ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വർഷങ്ങൾ കാത്തിരുന്ന വാഗ്ദത്തം ലഭിച്ചിട്ടും ആ വാഗ്ദത്തത്തെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോഴും അബ്രഹാമിന്റെ വിശ്വാസം ഇല്ലാതായില്ല. ഹല്ലേലൂയ. ദൈവങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങൾ കാത്തിരുന്ന് ഒരു വാഗ്ദത്തം പ്രാപിച്ചിട്ട് അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവത്തിനായി ഇല്ലാതാക്കാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ, അതൊരു ഭവനമാകട്ടെ, അതൊരു ജോലിക്കാര്യമാകട്ടെ, അതൊരു സൗഖ്യമാകട്ടെ, ഹല്ലേലൂയ, അതൊരു ശുശ്രൂഷയാകട്ടെ, അത് എന്ത് തന്നെ ആകട്ടെ, വർഷങ്ങളോളം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നേടിയിട്ട് അതിനെ ദൈവം പറയുക, അതിനെ നീ അങ്ങ് വേണ്ടെന്ന് വെക്കെന്ന് പറഞ്ഞാൽ, അബ്രഹാമിനെ പോലെ ഹല്ലേലൂയ ആ ദൈവവാക്കിന് വില കൊടുത്താൽ, ദൈവവാക്കിന് ആ ദൈവകരത്തിൽ താണിരുന്നാൽ, ഹല്ലേലൂയ, ഒന്നും നഷ്ടമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒന്നും നഷ്ടമായി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അവൻ അത് ഉയർച്ച തന്നെ ആക്കി തീർക്കും. അതവൻ ഉയർച്ച തന്നെ ആക്കി തീർക്കും. ഹല്ലേലൂയ. ഇതാരോടോ ദൈവാത്മാവ് ഇന്ന് ഇടപെടുക. നിന്റെ ജീവിതത്തിൽ കേട്ട വാഗ്ദത്തം വൈകിയാൽ ഹല്ലേലൂയ നീ സംശയിക്കരുത്. ഹല്ലേലൂയ. നിന്റെ വിടുതൽ വൈകിയാൽ നീ സംശയിക്കരുത്. അഥവാ നിനക്ക് കിട്ടിയ നന്മയെ ഹല്ലേലൂയ ഒന്ന് യാഗമാക്കി കള എന്ന് ദൈവം പറഞ്ഞാലും ആ ദൈവത്തെ നീ സംശയിക്കരുത്. ഹല്ലേലൂയ. സകലത്തെയും ഹല്ലേലൂയ സകലത്തെയും നന്മയാക്കി തീർക്കുന്ന ദൈവം, തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം ഉയർത്താൻ തുടങ്ങി എവിടൊക്കെ ഉയർത്തും എന്നറിയാമോ? നിന്റെ താഴ്ചയിൽ ദൈവം ഉയർത്തും. നിന്റെ വീഴ്ചകളിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അറിയാതെ അബദ്ധത്തിൽ പറ്റിപ്പോയ നമ്മുടെ വീഴ്ചകളിൽ നിന്ന് ഹല്ലേലൂയ ഒന്ന് ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ അവൻ കരം പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വീണവനെ ചവിട്ടി താഴ്ത്തുന്ന ദൈവമല്ല, വീഴുന്നവനെ ഹല്ലേലൂയ കയറി വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവനെ കരം പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടായില്ലേ? ദാവീദിന്റെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടായില്ലേ? ഹല്ലേലൂയ. മോശയുടെ ജീവിതത്തിൽ ഉണ്ടായില്ലേ? ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ കയറി വരുവാൻ, വീണ്ടും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ആ കൈക്കീഴെ താണിരിക്കുവാൻ ആഗ്രഹിക്കുമെങ്കിൽ കരം പിടിച്ചുയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കരം പിടിച്ചുയർത്തുന്ന ദൈവം. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും ഹല്ലേലൂയ താൻ കേട്ട വാഗ്ദത്തത്തിന് വിരോധമായി കാര്യങ്ങൾ നടക്കുമ്പോൾ അബ്രഹാം മനുഷ്യനോട് ആലോചന ചോദിച്ചില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഹല്ലേലൂയ പ്രവാചകന്മാരുടെ പുറകെ പോയി അന്വേഷിച്ചില്ല? പക്ഷേ ഹല്ലേലൂയ അബ്രഹാം ദൈവസന്നിധിയിൽ ചെന്നു. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ദൈവം പറഞ്ഞ വാക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഈ സംശയത്തോടായിരിക്കുന്നെങ്കിലും ദൈവം പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നിൽ നിന്ന് തന്നെ വാഗ്ദത്ത സന്തതിയെ കൊണ്ടുവരും.
ഹല്ലേലൂയ. മറ്റുള്ളവർ നിന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഭാര്യ തന്നെ പറഞ്ഞു, ഹല്ലേലൂയ, ഇനി അത് സംഭവിക്കത്തില്ല, ഹല്ലേലൂയ, എന്നിൽ നിന്നൊരു കുഞ്ഞിനെ ഹല്ലേലൂയ ദൈവത്തിന് തരാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോഴും ദൈവം ഹല്ലേലൂയ പറയില്ല, ഞാൻ നിന്നിൽ നിന്ന് തന്നെ മനുഷ്യന്റെ ആലോചനയെ മാറ്റി നിർത്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമെങ്കിൽ ഹല്ലേലൂയ കേട്ട ഒരു വാഗ്ദത്തവും പാഴായി പോകത്തില്ല. കേട്ട ഹല്ലേലൂയ സമയം താമസിച്ചാലും ദൈവത്തിന്റെ തക്ക സമയത്ത് തന്റെ കരത്തിൽ താണിരിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം. ഇന്ന് ഉയർച്ച പ്രാപിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ താണിരിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരത്തിൽ താണിരിക്കുക. അവൻ വീഴ്ചയിൽ നിന്ന് ഹല്ലേലൂയ നിന്റെ കാലിനെ നിന്റെ കണ്ണുനീരിൽ നിന്ന് ഹല്ലേലൂയ സകല കണ്ണുനീരിനെ തുടച്ചു നിന്നെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ, ഉയർത്തുന്ന ദൈവം. ഹന്ന ഒരു പ്രാവശ്യമൊന്നും അല്ല ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഹന്ന ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം പോകുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തിയായിട്ടല്ല, പ്രതീക്ഷ വർദ്ധിച്ച വ്യക്തിയായിട്ടാണ് ഹല്ലേലൂയ ഹന്ന ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ഇന്ന് നാം ദൈവസന്നിധിയിൽ എന്തുകൊണ്ടാ ചില ദൂതുകൾ തന്നെ, ചില ദൈവവചനങ്ങൾ തന്നെ പലരിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇടപെട്ട് തുടർച്ചയായി ദൈവം സംസാരിക്കുന്നത്? കാരണം ഹല്ലേലൂയ അതിനെ നമുക്ക് ഉറപ്പിച്ചു തരുവാനാ. അബ്രഹാമിനോട് ദൈവം ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എപ്പോ വരെ? അബ്രഹാം ഒരു അനുഗ്രഹമായി തീരുന്നത് വരെയും. ഹല്ലേലൂയ. അബ്രഹാം ഒരു അനുഗ്രഹമായി തീരുന്നത് വരെയും ദൈവം അബ്രഹാമിനോട് ഇടപെട്ടുകൊണ്ടിരുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവാത്മാവ് നമ്മളോട് ഇത് തന്നെ, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ ഹല്ലേലൂയ ശുശ്രൂഷകനാക്കും, ഞാൻ നിന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും. ഇങ്ങനെ ദൈവം മിക്കവാറും ആഴ്ചകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ വചനത്തിലൂടെ ദൈവദാസന്മാരിൽ കൂടെ കണ്ടിന്യൂസ് ഇടപെടുന്ന എന്തിനാണെന്നറിയാമോ? ആ സംശയത്തെ ഒന്ന് മാറ്റി വിശ്വാസത്തിൽ ഒന്ന് ഉറയ്ക്കാനാ. നീ അനുഗ്രഹമായി തീരുന്നത് വരെയും ദൈവം അത് സംസാരിച്ചു കൊണ്ടേയിരിക്കും. നീ നിന്റെ വാഗ്ദത്തത്തെ പ്രാപിക്കുന്നത് വരെയും ദൈവം അത് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴ്ചയിൽ നിന്ന്, വീഴ്ചയിൽ നിന്ന് കരുതുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം. 2 തിരുവചനം പറയുന്നു, ശത്രുക്കൾ കാണുകയും നിന്നെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ നന്മകളെ തടയുന്ന, നിനക്ക് വിരോധമായി ഉയരുവാൻ നിന്നെ സമ്മതിക്കാതെ താഴ്ത്തിക്കളയുന്ന ശത്രുക്കളുടെ മധ്യേ നിന്നെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ വീഴ്ചയിൽ നിന്ന് മാത്രമല്ല, നിനക്ക് വീഴ്ചകൾ വരുത്തിയവർ കാണുകയും നിന്നെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ ഹല്ലേലൂയ 2 ശമൂവേൽ 22:49. 2 ശമൂവേൽ 22:49. അവൻ ശത്രുവശത്തു നിന്ന് എന്നെ വിടുവിക്കുന്നു, എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു, സാഹസക്കാരന്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. മതി. ഹല്ലേലൂയ. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ഹല്ലേലൂയ. നിന്റെ ശത്രുക്കളുടെ മീതെ ഹല്ലേലൂയ നിന്നെ ഉയർത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. നിന്നെ ഹല്ലേലൂയ ഇല്ലാതാക്കാൻ നോക്കുന്നവരുടെ മീതെ നിന്നെ ഉയർത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ കരത്തെ നീ താണിരുന്നാൽ, ദൈവത്തിന്റെ കരത്തിൽ നീ താണിരുന്നാൽ, അന്നേ ഹല്ലേലൂയ നിന്നെ പരിഹസിച്ചില്ലേ? ഹല്ലേലൂയ. ആ വ്യക്തികളുടെ മീതെ നിന്നെ ദൈവം മാനിച്ചോ? അതെ, ദൈവം മാനിച്ചു. ഹല്ലേലൂയ. ദൈവം മാനിച്ചു. അബ്രഹാമേ, നിന്നെ പരിഹസിച്ചവർ കാണത്തില്ലേ? അവരുടെ മധ്യേ നിന്നെ ദൈവം മാനിച്ചു. ഹല്ലേലൂയ. എന്താ നിങ്ങൾ ചെയ്തത്? ദൈവത്തിന്റെ കരത്തെ താണിരുന്നു. ദാവീദേ, നിന്നെ മാനിച്ചോ? മോശയെ, നീ ഭയന്നോടിയില്ലേ നിന്റെ ശത്രുക്കളെ കണ്ടിട്ട്?
ഹല്ലേലൂയ, നിന്നെ കൊല്ലുമെന്ന് പേടിച്ച് നീ ഭയന്നോടിയില്ലേ? അവർക്കാണെങ്കിൽ ദൈവം മാനിച്ചോ? അവരുടെ മീതെ ഉയർത്തിയോ? ഹല്ലേലൂയ. മോശ പറയും, ഉയർത്തി. എന്റെ ദൈവം എന്നോട് പറഞ്ഞു, എന്റെ ശത്രുവായി എന്നെ കൊല്ലുവാനിരിക്കുന്ന ഫറോനെ എന്നെ അവൻ ദൈവമാക്കി വെച്ചിരിക്കുന്നുവെന്ന്. ദൈവം ഉയർത്തുവാണെങ്കിൽ, ശത്രുക്കളുടെ മധ്യ ഉയർത്തുവാണെങ്കിൽ, ചെറിയ ഉയർത്തിയല്ല, ഹല്ലേലൂയ, ഒരിക്കലും പിന്നെ ഒരു ശത്രുവും ഹല്ലേലൂയ നിന്നെ താഴ്ത്താത്ത വിധം ഹല്ലേലൂയ ഉന്നതമായി ഹല്ലേലൂയ ഒരു ഫറവോനോ അവന്റെ ശക്തിക്കോ സൈന്യത്തിനോ ഒരിക്കലും തൊടാൻ കഴിയാത്ത ഒരു വ്യക്തിയായി മോശയെ മാറ്റിയെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നിന്നെ വീഴ്ത്തിക്കളയുന്ന ഹല്ലേലൂയ ഏത് മേഖലയായാലും, ഏത് വ്യക്തികളോ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തികളോ ആയാലും, ഹല്ലേലൂയ, നിന്നെ ദൈവം ഉയർത്തിയാൽ, യേശു കർത്താവിനെ പിതാവ് ഉയർത്തിയതുപോലെ വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സകല അന്ധകാര മേഖലയുടെ മുകളിൽ യേശു കർത്താവിനെ പിതാവ് ഉയർത്തിയെങ്കിൽ, ഹല്ലേലൂയ, അതേ ദൈവത്തിന്റെ മക്കളായ നമ്മളെയും ഹല്ലേലൂയ യേശു കർത്താവ് എന്ത് ചെയ്തു? പിതാവിന്റെ കൈക്കീഴെ താണിരുന്ന തന്റെ പുത്രനെ എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്ത് ഉയർത്തിയെങ്കിൽ, അതേ ദൈവത്തിന് കീഴടങ്ങിയിരുന്നാൽ എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ പൗലോസേ, ഹല്ലേലൂയ, ദൈവകരത്തിൽ താണിരുന്ന പൗലോസേ, അങ്ങേ ഹല്ലേലൂയ ഒന്ന് താഴ്ത്തിക്കളയുവാൻ, ഒന്ന് ഇല്ലാതാക്കുവാൻ, ഒന്ന് കൊന്നു കളയുവാൻ എത്ര പേർ കൂടി? ഹല്ലേലൂയ, എത്ര ശക്തികൾ ഹല്ലേലൂയ വിചാരിച്ചു. എഫെസോസിൽ അർതെമിസ് ദേവിക്ക് കഴിഞ്ഞോ? ഇല്ല. യെരൂശലേമിൽ കൂട്ടുകെട്ടുണ്ടാക്കിയവർക്ക് കഴിഞ്ഞോ? ഇല്ല. ഹല്ലേലൂയ, നിന്റെ പടകിന് നേരെ അടിച്ച ഈശാന മൂലന് കഴിഞ്ഞോ? ഹല്ലേലൂയ, ഇല്ല. രാജാക്കന്മാർക്ക് കഴിഞ്ഞോ? ഇല്ല. കാരണം ഹല്ലേലൂയ ദൈവത്തിന്റെ കൈക്കീഴെ താണിരിക്കുന്നവനെ ദൈവം ഉയർത്തിയാൽ അത് എല്ലാത്തിനും മീതെ, എല്ലാ ശക്തികൾക്കും മീതെ ഉയർത്തുകയാൽ, ഹല്ലേലൂയ, എല്ലാ ശക്തിക്കും മീതെ പൗലോസിനെ ഉയർത്തിയതിന്റെ ലക്ഷണമാ നോട്ടത്തിൽ തന്നെ ഭൂതങ്ങൾ അലറിക്കൊണ്ടോടും. ഭൂതഗ്രസ്തർ വിളിച്ചു പറയും, യേശുവിനെ ഞങ്ങൾ അറിയുന്നു, പൗലോസിനെ ഞങ്ങൾ അറിയുന്നു. എന്താ അറിയാൻ കാര്യം? ഹല്ലേലൂയ, അവനെ ഞങ്ങളുടെ മേൽ ഉയർത്തി വെച്ചിരിക്കുകയാ. അവന് ഞങ്ങളുടെ മേൽ അധികാരം കൊടുത്ത് ദൈവം ഉയർത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ അവനെ നന്നായിട്ട് അറിയുന്നു. പക്ഷെ താണിരിക്കുന്ന നിങ്ങളെ അറിയുന്നില്ല. പക്ഷെ ദൈവം ഉയർത്തി വെച്ചിരിക്കുന്നവനെ, ദൈവം ഉയർത്തി വെച്ചിരിക്കുന്നവനെ എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? എല്ലാ ശക്തികൾക്കും മീതെ നമ്മെ ഉയർത്തുന്നവൻ. ഓ റാബാല ശബ ഖബറബ ശബ റിഖബല ശബ തറബല ഓ റാബാന ശഖബല. ഹല്ലേലൂയ, യേശു കർത്താവിന്റെ കൂടെ നടന്ന് അപ്പവും കഴിക്കും, മീനും കഴിക്കും. ഹല്ലേലൂയ, ദൈവ വിടുതലെല്ലാം പ്രാപിക്കും. പക്ഷെ ഈ കൂടെ നടക്കുന്നവർക്ക് അറിയാത്ത കാര്യം, ഭൂതഗ്രസ്തൻ ഭൂതങ്ങളിൽ നിന്ന് അലറി വിളിക്കുകയാ, ദൈവത്തിന്റെ പുത്രനെ. ഹല്ലേലൂയ, എന്താ ഹല്ലേലൂയ കർത്താവായ യേശുവിനെ ആ ഭൂതഗ്രസ്തന് അല്ലെങ്കിൽ അവരിൽ വ്യാപിച്ചിരുന്ന ശക്തികൾ തിരിച്ചറിഞ്ഞത്? കാരണം അവനെ ഉയർത്തി വെച്ചിരിക്കുക. എല്ലാ ശക്തികൾക്കും മീതെ ഉയർത്തി വെച്ചിരിക്കുക. സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ നീ വന്നത് എന്തേ എന്ന് അവർ ചോദിക്കുന്നു. എന്താ അവർക്കറിയാം? ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാനുള്ള അധികാരം കൊടുത്ത് ദൈവം ഉയർത്തി വെച്ചിരിക്കുന്നവനായി വരുന്നത്. ഹല്ലേലൂയ, ദൈവമക്കളെ, നമ്മളെ നോക്കിയും ഈ രാജ്യത്തിന്റെ അന്ധകാര ശക്തികൾ, ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിനെതിരെ പാരമ്പര്യ ശക്തികൾ, ഹല്ലേലൂയ, ദേശത്തിൽ വ്യാപരിക്കുന്ന ദേശാധിപതി ശക്തികൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ, ഇതൊക്കെയും നിങ്ങളും ഞാനും കയറി വരുമ്പോൾ വിളിച്ചു പറയണം, ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ അധികാരമുള്ള വ്യക്തിയായി കയറി വരുന്നത്. കാരണം എന്താ? അവരെ ആ ദൈവം ഹല്ലേലൂയ ഉയർത്തി വെച്ചിരിക്കുന്നത്. ഓ ശമാന കബലബശ റിഖബല ശബതറബ ജുഡബലബശ. ഇത് സഭയുടെ അധികാരമാ. ഇത് സഭയുടെ അധികാരമാ. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. കാരണം എന്താ? ഞാൻ എന്റെ സഭയെ വെച്ചിരിക്കുന്നത് എവിടെയാ? ഒരു ശക്തികൾക്ക് വന്ന് തൊടാൻ കഴിയാത്ത, എന്നാൽ ആ ശക്തികളെ, പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ ബലത്തെയും
ചവിട്ടുവാനുള്ള അധികാരം കൊടുത്താ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അധികാരം കൊടുത്താ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഭയാകുന്ന നമ്മൾ ഹല്ലേലൂയ ഇന്ന് ഈ അധികാരത്തിലേക്ക് കയറണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിന്റെ കീഴെ താണിരിക്കാൻ തയ്യാറാണോ? താണിരിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. സഭയുടെ തലയാര ക്രിസ്തു. ഹല്ലേലൂയ. താണിരിക്കുന്ന സഭ, ക്രിസ്തു ആകുന്ന തലയ്ക്ക് ഹല്ലേലൂയ താണിരിക്കുന്ന സഭയെ ഹല്ലേലൂയ. അങ്ങനെയാണ് ആരൻ ഹാബിറ്റിനെ ഈ ദേശത്തിൽ അധികാരം നൽകിയ ദൈവം നിർത്തിയിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ദൈവം ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ ജീവിതത്തിന് നേരെ അനേകം പോരാട്ടങ്ങൾ വന്നാലും ഹല്ലേലൂയ അതിനൊന്നും ജയിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? നാം തിരിച്ചറിയണം, നമ്മളെ ദൈവം ഉയർത്തി വെച്ചിരിക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. തകർക്കുവാൻ ശത്രുവായവൻ പല ദിശയിൽ നിന്ന് ജീവിതത്തിന്റെ മേഖലയിൽ ആഞ്ഞടിച്ചിട്ടും വീണു പോകാതെ ഇന്നും ഉയർന്നു നിൽക്കുന്നതിന്റെ കാരണം എന്താ? ഹല്ലേലൂയ. ദൈവം നമ്മെ ഉയർത്തി വെച്ചിരിക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. ലോകത്തിന്റെ മോഹങ്ങൾക്ക് പിന്നാലെ പോകാതെ, ലോകക്കാരുടെ വാക്ക് കേൾക്കാതെ ദൈവത്തിന്റെ കൈക്കീഴെ താണിരുന്നില്ലേ? അതാ ദൈവം കണ്ടത്. അതുകൊണ്ടാ ഇന്ന് കൊറോണ ലോകം മുഴുവൻ വന്ന് ആഞ്ഞടിച്ചിട്ടും ഹാബിറ്റിലോ ഹല്ലേലൂയ നമ്മളിൽ ഒരു വ്യക്തിയിലോ അല്ല ദൈവത്തിന്റെ കൈക്കീഴെ താണിരുന്ന ഒരു വ്യക്തിയെ തൊടാത്തത്. ഹല്ലേലൂയ. 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 ഇന്നലെ ഹല്ലേലൂയ ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്തുവേശുവിൽ സഭയ്ക്ക് ലഭിച്ച ഒരു വലിയ കാര്യമാ മരണഭീതി നീങ്ങിയത്. ഹല്ലേലൂയ. മരണത്തിന്റെ നിഴലിൽ ഇരുന്നവരെയാ കർത്താവായ യേശു ഹല്ലേലൂയ മരണത്തെ തോൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മൾ മരണത്തെ ഭയക്കുന്നവരല്ല, മരണത്തെ ജയിക്കുന്നവരാ. ഹല്ലേലൂയ. മരണത്തെ ജയിക്കുന്നവരാ. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും ഹല്ലേലൂയ പലപ്പോഴും നാം ആരെന്നുള്ള കാര്യത്തെ ഹല്ലേലൂയ നമ്മളിൽ നിന്ന് തന്നെ അതിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിന് വിരോധമായ ചോദ്യങ്ങൾ ചോദിച്ച പിശാച് നമ്മളെ കറക്കിക്കളയുന്നത്. ഹല്ലേലൂയ. നോക്കിയേ, യേശു കർത്താവിന്റെ അടുത്ത് വന്ന് ചോദിക്കുക, നീ കല്ലിനെ അപ്പമാക്കി തീർക്ക്. സാക്ഷാൽ ജീവന്റെ അപ്പമായവന്റെ അടുത്ത് വന്ന് ചോദിക്കുക, നീ കല്ലിനെ അപ്പമാക്കുവോന്ന്. എന്തൊരു ചോദ്യം നോക്കിയേ. സാക്ഷാൽ ജീവന്റെ അപ്പമായവന്റെ മുമ്പിൽ വന്ന് പോലും പിശാച് ചോദിക്കുക, നീ കല്ലിനെ അപ്പമാക്കുക. ഹല്ലേലൂയ. ജീവിതത്തിന്റെ മേഖലയിൽ വ്യക്തികളിലൂടെയോ അല്ലാതെയോ പിശാച് തന്ത്രങ്ങളുമായി വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ മറുപടി അറിയാമോ? എനിക്ക് അപ്പമല്ല വലുത്, എനിക്ക് അപ്പമല്ല വലുത്, എന്റെ പിതാവിന്റെ വായിൽ നിന്ന് വീഴുന്ന വചനമാ വലുത്. ഹല്ലേലൂയ. എനിക്ക് മരുഭൂമിയിൽ ഞാൻ വിശന്നിരിക്കുക, ദാഹിച്ചിരിക്കുക, പക്ഷെ എനിക്ക് ഇവിടെ ആവശ്യം ഹല്ലേലൂയ അപ്പമല്ല, എന്റെ ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എവിടെയെങ്കിലും ഹല്ലേലൂയ പിശാച് ഹല്ലേലൂയ വീഴ്ചകളെ കൊണ്ടുവരുമ്പോൾ, താഴ്ചകളെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെ നോക്കി കാലതാമസത്തെ ചൂണ്ടിക്കാണിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയേണ്ടത്, എനിക്ക് സൗഖ്യമല്ല വലുത്, എനിക്ക് എന്റെ കർത്താവാ വലുത്. എനിക്ക് ഹല്ലേലൂയ നല്ല ജോലിയേക്കാൾ വലുത് എന്റെ കർത്താവാ. എനിക്ക് ഹല്ലേലൂയ നല്ല സമ്പത്തിനേക്കാൾ വലുത് എനിക്ക് എന്റെ കർത്താവാ. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സകലത്തിനും മേലായ അധികാരം കൊടുത്ത് ഹല്ലേലൂയ ഭൂതങ്ങൾക്ക് പോലും അറിയാം, പൈശാചിക മണ്ഡലത്തിന് അറിയാം യവന് ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ അധികാരമുണ്ടെന്ന്. അതേ യേശു കർത്താവിനോട് പിശാച് പറഞ്ഞത്, നീ എന്റെ കാല് വീണൊന്ന് വണങ്ങ്. ഹല്ലേലൂയ. സകലത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ സകലത്തിന് മീതെ അധികാരമുള്ളവനെയാ കൊണ്ടുപോയി കാണിച്ചത്, ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന്. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രം വലുതാ, എന്നാൽ അതിനോട് എതിർത്ത് നിൽക്കേണ്ടത് ഹല്ലേലൂയ ദൈവമക്കൾ നന്നായി അറിയണം. ഹല്ലേലൂയ. അവൻ ഏത് തന്ത്രത്തെയാണോ കൊണ്ടുവരുന്നത് അവനോട് പറഞ്ഞ, അതല്ല എനിക്ക് വലുത്, അതല്ല എനിക്ക് വലുത്, എന്റെ കർത്താവാ എനിക്ക് വലുത്. ഹല്ലേലൂയ. എന്റെ കർത്താവാ എനിക്ക് വലുത്. ഹല്ലേലൂയ. ദാരിദ്ര്യത്തെ കാണിച്ചിട്ടാണോ ഹല്ലേലൂയ അവൻ പറയുന്നത് നിന്റെ ദൈവം തന്നില്ലയോ എന്ന് പറയണം. ദൈവം തരുന്ന സാമ്പത്തികമല്ല എനിക്ക് വലുത്, എനിക്ക് വേണ്ടി യാഗമായി തീർന്ന എന്റെ കർത്താവാ എനിക്ക് വലുത്.
ഹല്ലേലൂയ. സൗഖ്യം തരാത്തത് എന്താ? ഇന്നും ഇത്രയൊക്കെ ആരാധിച്ചും പ്രാർത്ഥിച്ചിട്ട് ഇന്ന് രോഗിയായിരിക്കുന്ന എന്താന്ന് ചോദിക്കുവാൻ പറയണം, സൗഖ്യമല്ല എനിക്ക് വലുത്, ഹല്ലേലൂയ, വിടുതലല്ല എനിക്ക് വലുത്, എന്റെ കർത്താവാ എനിക്ക് വലുത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, നീ ശൂലം വെച്ച് കുത്തിക്കോ, എനിക്ക് അതല്ല വിഷയം, അതിന്മേൽ ഹല്ലേലൂയ ഒരു ദൈവകൃപ വ്യാപരിക്കും, എനിക്ക് അതാ വലുത്. ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവകൃപയും ദൈവശക്തിയും ഉണ്ട്. ഹല്ലേലൂയ, എനിക്ക് വലുത് അതാ. ഹല്ലേലൂയ, ആ ശൂലം അവിടെ അങ്ങ് ഇരുന്നോട്ടെ, എനിക്കത് വിഷയമില്ല. ആ പ്രശ്നം അവിടെ അങ്ങ് ഇരുന്നോട്ടെ, ആ ബലഹീനത എന്നെ വേദനിപ്പിക്കുന്ന രോഗമാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, അത് അവിടെ ഇരുന്നോട്ടെ, എനിക്ക് അതല്ല വലുത്. അതിന്മേൽ എന്നെ ജയാളിയാക്കി തീർക്കുന്ന ദൈവകൃപ, ദൈവശക്തി. ഇന്ന് ഹല്ലേലൂയ അങ്ങനെ ഒന്നിനായി പ്രാർത്ഥിച്ചാട്ടെ ദൈവമക്കൾ. ഹല്ലേലൂയ, പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള, പ്രശ്നങ്ങളുടെ മുകളിൽ ഹല്ലേലൂയ നമ്മളെ ഉയർത്തി നിർത്തുന്ന ദൈവകൃപയും ദൈവശക്തിയും. ശത്രുക്കൾ കാണുക നിന്നെ ഉയർത്തുന്ന ദൈവം, നിന്റെ വീഴ്ചയിൽ നിന്ന് നിന്നെ ഉയർത്തുന്ന ദൈവം. പിന്നെ ഹല്ലേലൂയ 1 രാജാക്കന്മാർ 14:1 ഹല്ലേലൂയ നിന്റെ ജനത്തിന്റെ മധ്യേ നിന്നെ ഉയർത്തുന്ന ദൈവം. വേഗത്തിലെ വാക്യം ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാർ 14:7. നീ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവാക്കി. രാജ്യത്വം മതി. ഹല്ലേലൂയ, മതി. ഹല്ലേലൂയ. എന്താ പറയാൻ പറഞ്ഞത്? ഞാൻ നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി. ഹല്ലേലൂയ, ജനത്തിന്റെ മധ്യ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ, ജനത്തിന്റെ എവിടൊക്കെ വീഴ്ചയിൽ നിന്ന്, ഹല്ലേലൂയ, താഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, ശത്രുക്കളുടെ മധ്യ ഉയർത്തുന്ന ദൈവം, ജനത്തിന്റെ മധ്യ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ, പരിഹസിക്കുന്ന ജനത്തിന്റെ മധ്യയും മോശയെ ഉയർത്തി നിർത്തിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച, ഹല്ലേലൂയ, ചോദ്യങ്ങളായി വരുന്നവരുടെ മുമ്പിൽ ഉയർത്തി നിർത്തിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലയിലും ചിലപ്പോൾ വേണ്ടപ്പെട്ടവർ തന്നെയായിരിക്കാം ചോദ്യങ്ങളായി അല്ലെങ്കിൽ ഹല്ലേലൂയ പരിഹാസങ്ങളായി വന്നാൽ, നീ ദൈവത്തിന്റെ കൈക്കീഴെ താണിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൈക്കീഴെ താണിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. എത്ര പേർ ഇതൊന്ന് ഏറ്റെടുക്കുന്നു ആത്മാവിൽ? ഹല്ലേലൂയ, കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ, താഴ്ത്തുന്നവനായ ഒരു ദൈവമല്ല നമ്മളെ വിളിച്ചത്, നമ്മളെ ഉയർത്തുന്നവനായ ഒരു ദൈവം, നമ്മളെ ഉയർത്തുന്നവനായ ദൈവം. നിന്നെ ഞാൻ നിന്റെ ദേശത്തിൽ മാനിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ ദേശത്തിൽ മാനിക്കുന്ന ദൈവമാ. നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ മാനിക്കുന്ന ദൈവമാ. നിന്റെ ജോലിയുടെ ഹല്ലേലൂയ സ്ഥാപനങ്ങളിൽ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നെ മാനിക്കും. ഹല്ലേലൂയ, ഭവനത്തിൽ നിന്നെ മാനിക്കും, ദേശത്തിൽ നിന്നെ മാനിക്കും. ഹല്ലേലൂയ, രാജ്യങ്ങൾക്ക് നീ രാജ്യങ്ങളുടെ മധ്യേ നിന്നെ മാന്യമാക്കി വെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം സകല ജാതികൾക്കുമാ ഹല്ലേലൂയ പിതാവാക്കി വെച്ചത്. എന്ന് വെച്ചാൽ സകല ജാതികൾക്കും ഒരു അനുഗ്രഹമാക്കി വെച്ചു. എന്ന് വെച്ചാൽ സകല ജാതികൾക്കും, ഞാൻ ഇപ്പൊ പറഞ്ഞ ജനത്തിന്റെ മധ്യ സകല ജാതികൾക്കും ഉന്നതനാക്കി തീർത്തു. ഹല്ലേലൂയ. ദാവീദിനെ സകല ഇസ്രായേലിനും ഉന്നതനാക്കി വെച്ചു. മോശയെ സകലർക്കും ഉന്നതനാക്കി വെച്ചു. ഫറവോന്റെ മേലിൽ ഉന്നതനാക്കി, മിസ്രൈമിന്റെ മേലിൽ ഉന്നതനാക്കി, ഇസ്രായേലിന്റെ മേലിൽ ഉയർത്തി നിർത്തി. അവർ വരുന്നുവെന്ന് കേട്ടാൽ തന്നെ ഹല്ലേലൂയ മറ്റ് രാജ്യങ്ങളിലുള്ളവർ ഭയക്കാൻ തുടങ്ങി.
നമ്മുടെ വരവിൽ പോലും ശത്രു ആത്മീയ മണ്ഡലത്തെ ഹല്ലേലൂയ ഇല്ലാതാക്കി കളയുന്ന പൈശാചിക ശക്തികൾ ഭയക്കണം. ഹല്ലേലൂയ. പൈശാചിക ശക്തികൾ ഭയക്കണം. നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇത് ഏറ്റെടുക്കണം. നിങ്ങൾ കോളേജുകളിൽ, സ്കൂളുകളിൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ സകലവിധ ശക്തികളും ഹല്ലേലൂയ നിങ്ങളുടെ വരവിൽ ഹല്ലേലൂയ മാറി നിൽക്കണം. ഹല്ലേലൂയ. ഓ നമ്മൾ ദേശത്തിൽ ഹല്ലേലൂയ ഓ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഹല്ലേലൂയ ശുശ്രൂഷ ഉണ്ടെന്ന് വാഗ്ദത്തം കിട്ടിയവർ ഇത് പ്രാപിക്കണം. നിങ്ങൾ ചെല്ലുമ്പോൾ ഹല്ലേലൂയ പൈശാചിക മണ്ഡലങ്ങൾ മാറിപ്പോകുന്ന രീതി ഡ്രഗ്സിനും സകലവിധ ക്ലബുകളിലും മ്ലേച്ഛതകളിലും കൊണ്ടുപോകുന്ന വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ, ഇരുളിന്റെ അന്ധകാര ശക്തികൾ നിന്റെ വരവിൽ നീ കാല് കുത്തുമ്പോൾ, നീ കാല് കുത്തുന്നിടത്ത് ഭൂതങ്ങൾ അലറി മാറത്തക്ക രീതി ദൈവത്തിന്റെ കൈക്കീഴ് കഴിഞ്ഞ നാളുകളിൽ താണിരുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ ദൈവം ഇന്ന് പകൽക്കാലം പുതിയൊരു അഭിഷേകം അയക്കുകയാണ്. മിസ്രൈമിലെ സകല ബാധകളുടെ മേലും അധികാരം നൽകി മോശയെ അയച്ചെങ്കിൽ നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നിന്റെ രാജ്യത്തിൽ, നിന്റെ ഹല്ലേലൂയ സ്റ്റേറ്റിൽ വ്യാപരിക്കുന്ന ശക്തികൾ നിന്റെ വരവിൽ, നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ഒരു പൗലോസ് ആത്മാവിൽ ചെന്നെങ്കിൽ അർത്തമീസ് ദേവിയുടെ പ്രശസ്തമായ അമ്പലം ഇന്ന് അറിയപ്പെടാനോ കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ തകർന്നു മാറിയെങ്കിൽ പിശാച് അവകാശം പറഞ്ഞു വെച്ചിരിക്കുന്ന കോട്ടകളെ തകർക്കുന്നവരായി, ശത്രുവിന്റെ കോട്ടയെ തകർക്കുന്നവരായി ഒരു യോശുവയും ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, നിങ്ങളെ ചെല്ല്, കോട്ടകൾ തകരും, ചെല്ല്. നീ എന്താ ചെയ്യേണ്ട? ദൈവത്തിന്റെ കൈക്കീഴെ താണിരുന്ന് അവനെ സ്തുതിച്ചാൽ 7 ദിവസം കാഹളൂതി നീ ഒന്ന് നടന്ന എല്ലാ ശത്രുവിന്റെ കോട്ടകളും ദാവീദ് രാജാവേ, താങ്കൾ ഇതെങ്ങനെയാ സാധിച്ചത്? ദാവീദ് രാജാവ്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടന്നു. കാരണം എന്നെ മതിൽ ചാടിക്കടക്കുമാറാക്കിയ ദൈവം ശത്രു കെട്ടി ഉയർത്തിയ മതിലിന്റെ ഇടയിൽ കൂടെ അല്ല ഞാൻ പോയത്, അതിന് മീതെ എന്നെ ചാടിച്ച് ജയാളിയാക്കിയ ഒരു ദൈവം. എന്റെ ദൈവത്താൽ ഞാൻ മതിലുകളെ ചാടിക്കടക്കുന്നവനായി. ഇന്ന് ശത്രു കെട്ടിവെച്ച, കുടുംബത്തിന് കെട്ടിവെച്ച, ശുശ്രൂഷയ്ക്ക് കെട്ടിവെച്ച, സാമ്പത്തികത്തിൽ കെട്ടിവെച്ച, ആത്മീക മേഖലയിൽ കെട്ടിവെച്ച, തലമുറയുടെ മേൽ കെട്ടിവെച്ച, എഡ്യൂക്കേഷൻ മേഖലയിൽ കെട്ടിവെച്ച എല്ലാ മതിലുകളെയും ചാടിക്കടക്കുന്ന ഒരു അഭിഷേകം ആരോഗ്യത്തിൽ നിനക്ക് വെച്ച ബാരിയേഴ്സില്ലേ, ചാടിക്കടക്കുന്ന ആത്മാവിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ഉദരത്തെ അടച്ച് നിനക്ക് തലമുറകൾ ഇല്ലാത്ത രീതിയിൽ മതിൽ കെട്ടിയില്ലേ? നീ ദൈവത്തിന്റെ കൈക്കീഴെ താണിരുന്ന അതിന്മേൽ ചാടിക്കടന്നില്ലേ? ഇന്ന് ചിലർ ചാടിക്കടക്ക പിശാച് കെട്ടിയിരിക്കുന്ന എല്ലാ മതിൽമേലും
ഓ, ഏത് വിഷയമാ എടുത്തു ഇപ്പോൾ ദൈവസന്നിധി വെക്കുക. ആ പ്രശ്നങ്ങളെ, ആ മതിലുകളെ നോക്കിയിട്ട് പറ, എന്റെ ദൈവത്താൽ ഞാൻ ഇന്ന് ചാടിക്കടക്കുകയാ, എന്റെ ദൈവത്താൽ ഞാൻ ചാടിക്കടക്കുകയാ. വിസ സംബന്ധമാണോ ഏതാകട്ടെ എടുത്തു ദൈവത്തിന്റെ കരത്തിൽ വെയ്, ദൈവത്തിന്റെ കരത്തിൽ വെയ്. അവൻ ഉയർത്തും, അവൻ തക്ക സമയത്ത് ഉയർത്തുന്ന ആ ദൈവത്തിന്റെ കരത്തിലോട്ട് വെച്ചുകൊണ്ട് അതിനെ നോക്കിയിട്ട് പറ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ഞാൻ ഇന്ന് പകൽ സമയം ഈ മതിലിനെ ചാടിക്കടന്നിരിക്കുകയാ, ഞാൻ ചാടിക്കടന്നിരിക്കുകയാ. ഓ രാവാല ശബ കബറവ ശബ റിഖവാല ശതറവ തുറവാലവ ശബ കബറവ ശബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉയർത്തുന്ന അനേകം മേഖലയുണ്ട്. ഞാൻ മുഴുവൻ എല്ലാത്തിലോട്ട് പോകാൻ സമയം ഒരുപാട് എടുക്കും. പക്ഷേ ഹല്ലേലൂയ, വേഗത്തിൽ ഒരു കാര്യം കൂടെ, ഹല്ലേലൂയ, ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ. ഹല്ലേലൂയ, എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, മരണത്തിന്മേൽ നമ്മളെ ഉയർത്തുന്നവനാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, മരണത്തിന്മേൽ, ഹല്ലേലൂയ, മരണഭീതിയുടെ മേൽ ഉയർത്തുന്നവനായ ദൈവം. ഹല്ലേലൂയ. അറിയാമോ, ഒരു ഫിലിപ്പോസും സ്തേഫാനോസും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ, മേശമേൽ ശുശ്രൂഷ ചെയ്തു. എന്ന് വെച്ചാൽ ആത്മീയത്തിൽ പുതിയതാവും, വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പ്രതികൂലങ്ങളെ നേരിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഹല്ലേലൂയ, മേശമേൽ ശുശ്രൂഷിക്കുവാൻ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മാവിൽ അവർ ശുശ്രൂഷ ആരംഭിച്ചുടനെ തന്നോട് കൂടെ ഇരുന്ന് ആരാധിച്ച, തന്നോട് കൂടെ പ്രാർത്ഥിച്ച, തന്നോട് കൂടെ മേശയിൽ ശുശ്രൂഷിച്ച സ്തേഫാനോസ് മരണപ്പെട്ടു, കല്ലേറിനാൽ മരണപ്പെട്ടു. അന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളാണെങ്കിൽ പിന്നെ ആ ശുശ്രൂഷയ്ക്ക് പോകുമോ? ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ ശുശ്രൂഷ വിട്ടും ആത്മീയം വിട്ടും എല്ലാം പോകുന്നതാ. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ വിടുതൽ കൊടുത്തില്ലല്ലോ, എന്റെ ജീവിതത്തിൽ വിടുതൽ തന്നില്ലല്ലോ. ഓ, പ്രാർത്ഥിച്ചിട്ടോ ആ വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയ, ആ സാഹചര്യം ചിന്തിച്ചു നോക്കിയ നമ്മളായിട്ട്. ഹല്ലേലൂയ. ഒരുമിച്ച് നിന്ന്, ഹല്ലേലൂയ, കൂടെ നടന്ന്. പത്രോസിന്റെ കാര്യത്തിൽ പറയാം, ഹല്ലേലൂയ, യാക്കോബിനെ ഹല്ലേലൂയ രാജാവ് കൊന്നപ്പോൾ ഹല്ലേലൂയ പത്രോസ് ഭയക്കാതിരുന്നു. പക്ഷെ പത്രോസിന് വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. യേശുവിന്റെ കൂടെ നടന്ന വ്യക്തിയാ. ഹല്ലേലൂയ, വലിയ അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിയാ. ഹല്ലേലൂയ, മരിച്ചവരെ ഉയർപ്പിച്ച വ്യക്തിയാ. ഹല്ലേലൂയ, എന്നുവെച്ചാൽ വിശ്വാസത്തിൽ നല്ല പഴക്കവും ഹല്ലേലൂയ നല്ല ശക്തിയും ഹല്ലേലൂയ ബലവും എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാ. അതുകൊണ്ട് പത്രോസിന്റെ കാര്യത്തിൽ എടുക്കണ്ട. പക്ഷെ ഫിലിപ്പോസിനെ നോക്കിയേ, ഹല്ലേലൂയ, വലിയ എക്സ്പീരിയൻസ് ഇല്ല. കാരണം ആത്മീയത്തിൽ കയറി വരുന്നവരെ പിശാച് വലിച്ചിടുന്നത് ആദ്യം താഴെ. ഹല്ലേലൂയ. അതേ വിശ്വാസത്തിൽ ഉറച്ചവരെ അല്ല, സ്റ്റെപ്പ് വെച്ച് കയറുന്ന, പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് വെച്ച് കയറുമ്പോഴാണ് പ്രലോഭനങ്ങളായി വരുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളായി വരുന്നത്. എന്നിട്ട് കാണിക്കും, ഹല്ലേലൂയ, ഓ ഇത്ര നാളായി ഇതിൽ വിടുതലില്ല, ഇത്ര നാളായി ആ വ്യക്തിയുടെ ജീവിതത്തെ നോക്ക്, അങ്ങോട്ടും നോക്ക് ഇങ്ങോട്ടും നോക്ക്. ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഫ്രണ്ട്സോ കൂട്ടുകാരൊക്കെ പറയും, നീ അത്ര നേരം ആരാധിച്ചിട്ട് നിന്റെ വിഷയം മാറിയോ? ഞങ്ങൾക്കാണ്ട് വലിയ നന്മയല്ല ഉണ്ടാവുന്നത്. ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ തന്നോട് കൂടെ ഉണ്ടായിരുന്ന സ്തേഫാനോസ് മരിച്ചു, കൊല്ലപ്പെട്ടു. അവിടെ കൊണ്ട് തീർന്നില്ല. ഇനി ഈ മാർഗത്തിൽ നടക്കുന്നവരെല്ലാവരെയും ഒന്നിൽ വധിക്കും, ഇല്ലെങ്കിൽ ജയിലിലാക്കും. വലിയ മരണഭീതിയാ ഉയർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഫിലിപ്പോസ് തളർന്നില്ല. ഫിലിപ്പോസ് ശമരിയിൽ ചെന്നു. ഹല്ലേലൂയ, ആത്മാവിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ആത്മാവിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഭൂതങ്ങൾ മാറാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മരണഭയത്തെ ഹല്ലേലൂയ അതിന്മേൽ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. ഇന്ന് കൊറോണയുടെ ഭയത്തിന് മേലെ വിശ്വാസികളെ ദൈവം ഉയർത്തുന്ന ദിവസമാണ്. ഹല്ലേലൂയ. കൊറോണ ഹല്ലേലൂയ വിതച്ച മരണഭീതിക്ക് മേലിൽ ഹല്ലേലൂയ. കാരണം മരണത്തിന്റെ ഹല്ലേലൂയ ഭീതിയിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചതാ. ഹല്ലേലൂയ. ഇന്ന് സഭകളെ ഹല്ലേലൂയ വിശ്വാസികളെ ഇതേ മരണം പേടിപ്പിച്ചിരുത്തിയിരിക്കുക. പക്ഷേ സഭയുടെ പ്രത്യേകത
മരണത്തെ ജയിച്ചവരാ, മരണത്തെ ജയിച്ചവരാ. ഹല്ലേലൂയ. സ്തേഫാനോസിന്റെ മരണം കൊണ്ട് ഹല്ലേലൂയ സകലരെ ഒതുക്കാമെന്ന് പൈശാചിക മണ്ഡലം വിചാരിച്ചപ്പോൾ മരണഭീതിയെ തോൽപ്പിച്ച് ഒരു യൗവനക്കാരൻ കയറി വരികയാ. ഹല്ലേലൂയ. അവൻ ചെല്ലുന്നിടത്ത് അത്ഭുതമാ. ഹല്ലേലൂയ. അവൻ ചെല്ലുന്നിടത്ത് ഭൂതങ്ങൾ അലറുകയാ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകിയ, ജനം കൂട്ടത്തോടെ വിശ്വാസത്തിലേക്ക് വരികയാ. നമ്മൾ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ദേവദാസനിൽ നിന്ന് കേട്ടതാ. ഹല്ലേലൂയ. ശമരിയ പട്ടണത്തെ മന്ത്രവാദം കൊണ്ട് ഒതുക്കി വെച്ചിരുന്ന വ്യക്തികളുണ്ട്. എന്നാൽ അവർ പോലും അത് വിട്ടിട്ട് ഹല്ലേലൂയ ഫിലിപ്പോസിന്റെ കൂടെ കൂടിയിരിക്കുകയാ. ഷാബാലാക്കവ. എന്താ? മരണഭീതിക്ക് മേലെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ പ്രസിഡന്റ് ഹല്ലേലൂയ മാസ്ക് എടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിതിനെ ഭയമില്ല. ഹല്ലേലൂയ. കൊറോണ വന്ന് ഹല്ലേലൂയ അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വന്ന ആൾ പറയുക, 74 വയസ്സ് എനിക്കുണ്ട്. നഷ്ടപ്പെടുവാൻ ഒരുപാട് കാര്യങ്ങളുള്ള വ്യക്തി, ഒരുപാട് ബിസിനസ്സും സമ്പത്തും കാര്യങ്ങളും ഉള്ള വ്യക്തി, വലിയ സ്ഥാനമാനങ്ങൾ ഉള്ള വ്യക്തി, വലിയ ഉത്തരവാദിത്തങ്ങൾ ഉള്ള വ്യക്തി പറയുക, എനിക്ക് മരണത്തെ ഭയമില്ല, ഞാൻ കൊറോണയെ പേടിക്കുന്നില്ല. ഹല്ലേലൂയ. മാസ്ക് വലിച്ചെറിഞ്ഞ് കാണിച്ചു. അതും പറഞ്ഞ് 74 വയസ്സുള്ള ഞാനാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്, പക്ഷെ എനിക്കത് പേടിയില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിന്റെ മരണഭീതി മാറി മരണത്തെ ജയിച്ച, മരണത്തിന്മേൽ ജയോത്സവം കൊണ്ടാടിയ ഹല്ലേലൂയ കർത്താവിന്റെ സഭയാകുന്ന നാം, ഹല്ലേലൂയ ഹല്ലേലൂയ. വാർത്തകളും ന്യൂസ് മീഡിയകളെല്ലാം ഹല്ലേലൂയ മരണഭീതി കൊണ്ടുവന്ന് ജനത്തിന്റെ മേളിൽ ഇടുമ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എഴുന്നേറ്റ് എന്ന് പറയുക, എനിക്കിതിനെ പേടിയില്ലെന്ന്. ഹല്ലേലൂയ. വിശ്വാസികൾ എഴുന്നേറ്റ് നിന്ന് പറയുക, ഇതിനെ പേടിയില്ല. കഴിഞ്ഞ ഹല്ലേലൂയ ദിവസം എത്ര ജനമാ കൂടിയത് DC പ്രയറിനായി. ഹല്ലേലൂയ. പോട്ടെ. ഹല്ലേലൂയ. റേസിന്റെ പേരിൽ എത്ര പേരാ കൂടിയത്? അവർക്ക് പേടിയില്ല. അങ്ങനെയാണെങ്കിൽ മരണത്തിന്മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവിന്റെ മക്കളായ നമ്മൾ, കർത്താവിന്റെ സഭയായ നമ്മൾ ഇന്ന് മരണത്തിന്മേൽ ജയം എടുക്കണം. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? എല്ലാത്തിനും മീതെ ഉയർത്തുന്നവനായ ദൈവം ഇന്ന് നമ്മളെയും ഹല്ലേലൂയ അവനോടൊപ്പം മരണത്തിന്മേൽ ഉയർത്തി വെച്ചിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പോസിന് മരണത്തെ ഭയം തോന്നിയില്ല, പത്രോസിന് തോന്നിയില്ല, പൗലോസിന് തോന്നിയില്ല. നോക്കിയ പൗലോസിന്റെ പടകിന് നേരെ ഈശാനമൂലം അടിക്കുക, പടക് തകർന്ന് എല്ലാവരും നിലവിളിക്കുമ്പോഴും പൗലോസ് എന്ന് പറയുക, ഞാൻ ദൈവത്തിന്റെ ദൂതൻ എന്നോടൊന്ന് സംസാരിച്ചോട്ടോ. ഹല്ലേലൂയ. പടക് തകർന്ന്, അയ്യോ ഇത്ര പ്രതികൂലത്തിന്റെ മധ്യേ നീ ദൈവത്തിന്റെ ദൂതനെ കണ്ടോ? അതെങ്ങനെയാ? ഹല്ലേലൂയ. എല്ലാവരും നിലവിളിക്കുകയും ഹല്ലേലൂയ കൊടുങ്കാറ്റിനെ ഹല്ലേലൂയ തിരമാലയും കണ്ട് ഭയക്കുമ്പോൾ ഹല്ലേലൂയ പൗലോസ് പറയാ, ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുത്ത് വന്നു. ഹല്ലേലൂയ. ഞാൻ മരണത്തെ അല്ല കണ്ടത്. ഹല്ലേലൂയ. മരണമാ മുൻപിൽ വന്ന് നിൽക്കുന്നത്. പൗലോസിന്റെ ഹല്ലേലൂയ ജീവിതത്തെ നോക്കിയ മരണമാ മുമ്പിൽ വന്ന് നിൽക്കുന്ന, പടക് തകരാൻ പോകുക, മരണം മുമ്പിൽ വന്ന് നിൽക്കുക, വാതിക്കെ നിൽക്കുക. പക്ഷെ പൗലോസ് പറയും, ഞാൻ മരണത്തെ കണ്ടില്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ ദൂതനെ കണ്ടു. ഞാൻ എന്റെ ദൈവത്തിന്റെ ദൂതനെ കണ്ടു. പറയാമോ? ഞാൻ എന്റെ പ്രശ്നത്തെ അല്ല കണ്ട്, എന്റെ പ്രശ്നങ്ങളുടെ മേൽ എന്നെ ഉയർത്തുന്നവനായ ദൈവം എന്റെ മുമ്പിൽ നിൽക്കുകയാ. ഹല്ലേലൂയ. അവൻ എന്നോട് സംസാരിക്കുകയാ. ഹല്ലേലൂയ. എന്റെ പ്രശ്നത്തെ അല്ല, എന്റെ അടുക്കൽ വന്ന് എന്നോട് എന്നെ തക്ക സമയത്ത് ഉയർത്താന്ന് പറഞ്ഞ ദൈവമില്ലേ, അവന്റെ വാക്കുകളെയാ ഞാൻ കേൾക്കുന്നത്. ഹല്ലേലൂയ. നിലവിളിക്കുന്ന മറ്റുള്ളവരുടെ വാക്കുകളെ അല്ല. ഹല്ലേലൂയ. മരണം പറയുന്ന, രോഗം പറയുന്ന, ശാപം പറയുന്ന, ഹല്ലേലൂയ താഴ്ച പറയുന്നവരുടെ വാക്കിനെ അല്ല, ഉയർത്താമെന്ന് വാഗ്ദത്തം ചെയ്ത എന്റെ കർത്താവിന്റെ വാക്കിനെയാ ഞാൻ കേൾക്കുന്നത്. അതാ എന്റെ കാതുകളിൽ മുഴങ്ങുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് എന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വേഗത്തിൽ ഒരു കാര്യം കൂടെ.
ഹല്ലേലൂയ ഒരു ദൂതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ ഉയർത്തുമെന്നും കൂടെ അറിയണം. ദൈവം ഉയർത്തും, എല്ലാവരും മാനിക്കത്തക്ക രീതി ഉയർത്തും. പക്ഷെ എന്തിനാൽ ഉയർത്തും? ഹല്ലേലൂയ ഇമ്പോർട്ടന്റ് കാര്യമാ. തന്റെ ആത്മാവിനാൽ ഉയർത്തും. ഹല്ലേലൂയ തന്റെ ആത്മാവിനാൽ ഉയർത്തും. ഹല്ലേലൂയ നിന്റെ വീഴ്ചയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ ശക്തനായി. എങ്ങനെ? തന്റെ ആത്മാവിനാൽ അവൻ നിന്നെ നിവർന്ന് നിൽക്കുമാറാക്കും. ഹല്ലേലൂയ എസെക്കിയേലിന്റെ പുസ്തകം വായിച്ചാൽ ഹല്ലേലൂയ 2-ാം അധ്യായം തൊട്ട് അങ്ങോട്ട് പിന്നെ കണ്ടിന്യൂസ് 48-ാം അധ്യായം വരെ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുക, ആത്മാവ് എന്റെ മേൽ വന്നു, അവൻ എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. ആത്മാവ് എന്റെ മേൽ വന്നു, അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. ആത്മാവ് എന്റെ മേൽ വന്നു, ഞാൻ ശബ്ദം കേട്ടു. ആത്മാവ് എന്റെ മേൽ വന്നു, അവൻ എന്നെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തി. ആത്മാവ് എന്റെ മേൽ വന്നു, അവൻ എന്നെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോയി. ആത്മാവ് എന്റെ മേൽ വന്നു, അവൻ ആ നദിയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ ആരാ ഹല്ലേലൂയ ഉയർത്തിയത്? ഹല്ലേലൂയ ആത്മാവ് എന്റെ മേൽ വന്നു, ഞാൻ നിലത്ത് കിടക്കുകയായിരുന്നു. ആത്മാവ് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. ദൈവാത്മാവ് എന്റെ മേൽ വന്നു, ഞാൻ നിവർന്ന് നിന്നു. ദൈവ ശബ്ദം കേട്ടു. ഇന്ന് ദൈവാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ യോഹന്നാൻ പറയുക, ഞാൻ ആത്മാവിലായപ്പോൾ എനിക്ക് ദർശനമുണ്ടായി. ഹല്ലേലൂയ ആരാ എന്നെ പിടിച്ച് കൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോയെന്നറിയാമോ? ആത്മാവ് എന്റെ മേൽ വന്നപ്പോൾ, ദൈവാത്മാവ് എന്റെ മേൽ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവേശനായപ്പോൾ, ഓ ഹല്ലേലൂയ ഞാൻ ആ തിരുമുഖത്തെ കണ്ടു, ഞാൻ ആ ശബ്ദത്തെ കേട്ടു. ഓ ഹല്ലേലൂയ ഇത് എത്ര പേർ ആഗ്രഹിക്കുന്നു? ആത്മാവ് ഇന്ന് ദൈവാത്മാവ് വന്നാൽ തക്ക സമയത്ത് ഉയർത്താമെന്ന് ദൈവം പറഞ്ഞില്ലേ? ആ തക്ക സമയം ഏതെന്നറിയാമോ? ആത്മാവ് നിന്റെ മേൽ വരുന്നതാണ് ആ തക്ക സമയം. ദൈവാത്മാവ് നിന്റെ മേൽ വരുന്നതാണ് ആ തക്ക സമയം. ഓ ഇന്ന് ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ നീ താഴ്ചയല്ല. ഓ അവൻ നിന്റെ വീഴ്ചയിൽ നിന്ന് നിന്നെ ഉയർത്തും. ദൈവാത്മാവ് നിന്റെ മേൽ വന്നാൽ അവൻ നിന്റെ ശത്രുക്കൾ കാണുകയും നിന്നെ ഉയർത്തും. ദൈവാത്മാവ് നിന്റെ മേൽ വന്നാൽ അവൻ ദേശത്തിൽ ജനത്തിന് മധ്യേ നിന്നെ ഉയർത്തും. ദൈവാത്മാവ് നിന്റെ മേൽ വന്നാൽ അവൻ മരണത്തിന്മേൽ എന്താ കാര്യം? ക്രിസ്തുയേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവാത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്നെയും മരണത്തിന്മേൽ ഡിവൈൻ എൻകൗണ്ടർ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് നിന്റെ മേൽ വന്നാൽ ആരും കാണാത്ത സ്വർഗീയമായ ഡിവൈൻ കാര്യങ്ങളെ നിനക്ക് വെളിപ്പെടുത്തുവാൻ എസെക്കിയേൽ പറയുന്നു, ദൈവാത്മാവ് എന്റെ മേൽ വന്നു, എനിക്കൊരു ദർശനമുണ്ടായി. ദൈവാത്മാവ് എന്റെ മേൽ വന്നു, എനിക്കൊരു കാര്യം ഞാൻ കണ്ടു. ദൈവാത്മാവ് എന്റെ മേൽ വന്നു, ആത്മാവ് എന്നെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കൊണ്ടുപോയി നിർത്തി. പൗലോസ് പറയുക, ഹല്ലേലൂയ ശരീരത്തോടോ ഹല്ലേലൂയ അതല്ല ആത്മാവിലോ എന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷേ ഹല്ലേലൂയ ഞാൻ 3 സ്വർഗത്തോളം ഹല്ലേലൂയ ഞാൻ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ജഡത്തിലാണോ എന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ആത്മാവിലായിരുന്നു. അതുകൊണ്ട് 3 സ്വർഗത്തോളം ഞാൻ പോയത്. തിരുവചനത്തിൽ പിന്നെ പറയുന്നു, അവന്റെ ആത്മാവ് ഹല്ലേലൂയ എന്റെ മേൽ വന്നു, ഞാൻ പ്രവചിച്ചു. ഹല്ലേലൂയ
ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ പ്രവചിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നീ പ്രവചിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്നെ ഉയർത്തും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ മരണത്തിന്മേൽ, ശാപത്തിന്മേൽ, ഏത് പ്രശ്നത്തിന്മേലും, ഓ റാബ ശബ, ഏത് ശക്തികളുടെ മേലും, പാതാള ഗോപുരങ്ങൾ, ഓ മരണപാശങ്ങൾ, ഹല്ലേലൂയ, അവനെ പിടിച്ചു വെക്കുവാൻ നോക്കി. എന്നാൽ ദൈവത്തിന്റെ അതേ ആത്മാവ് അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചെങ്കിൽ, കല്ലറകൾക്ക് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് നിന്റെ ജീവിതത്തെ കല്ലറയുടെ അവസ്ഥയിൽ ഇരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് റിസീവ് ചെയ്യും. ഓ ദൈവാത്മാവേ എന്റെ മേൽ വരണമേ എന്ന്, ദൈവാത്മാവേ എന്റെ മേൽ വരണമേ എന്ന്. മൂന്നര വർഷം യേശു കർത്താവിന്റെ കൂടെ നടന്നിട്ടും ശിഷ്യന്മാരിൽ ഒരുവന് പോലും വിശ്വാസത്തെ ഉറയ്ക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവാത്മാവ് വന്നപ്പോൾ അവരെ ഭീതിപ്പെടുത്തിയ പ്രശ്നങ്ങളുടെ മേൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, 3.5 വർഷം യേശു കർത്താവിന്റെ കൂടെ നടന്നിട്ടും ഹല്ലേലൂയ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ, പ്രവൃത്തികളിൽ ഹല്ലേലൂയ നേരെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഒന്നിന്മേലും ജയം അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, അതിനൊരു മാർഗമുണ്ട്. നിങ്ങൾ കാത്തിരിക്കുക. എപ്പോൾ വരെ? ആ തക്ക സമയമുണ്ടല്ലോ. എപ്പോഴാ? ഉയരത്തിൽ നിന്ന് ആ ശക്തി ധരിക്കുവോളം. ഉയരത്തിൽ നിന്ന് ആ ശക്തി ധരിക്കുവോളം എന്ന് പറഞ്ഞ അത് ധരിക്കാതെ ഇറങ്ങരുതെന്ന്, അത് ധരിച്ചേ മതിയാകത്തുള്ളെന്ന്. ഹല്ലേലൂയ, ആ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചേ പറ്റത്തുള്ളെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ, എന്തിനെന്നോ? ഹല്ലേലൂയ, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച നീ ഇറങ്ങി ചുമ്മാ പ്രസംഗിച്ച 3000 വന്ന് സ്നാനപ്പെടും. കാരണം എന്തോന്നോ? ഹല്ലേലൂയ, ജനത്തിന് മീതെ നിന്നെ ഉയർത്തിയിരിക്കുക. ഓ ഹല്ലേലൂയ, അവിടെ വ്യാപരിക്കുന്ന ശക്തികൾക്ക് മീതെ ഉയർത്തിയിരിക്കുക. നീ ഇറങ്ങി നടന്ന നിഴലടിച്ചാ മതി, രോഗികൾ സൗഖ്യമാകാൻ. എന്താ? രോഗത്തിന്റെ ആത്മാക്കളുടെ മേൽ ഹല്ലേലൂയ നിന്നെ ഉയർത്തി വെച്ചിരിക്കുക. തുറിച്ചു നോക്കിയാൽ പിശാച് ബാധിച്ചവർ മാറും. ഹല്ലേലൂയ, പൈശാചിക ശക്തികൾ മാറും. എന്താ? ഉയർത്തി വെച്ചിരിക്കുക. ഹല്ലേലൂയ, മരിച്ചടക്കുന്ന ദാവീദെ പോയി, ദാവീദെ എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ എഴുന്നേറ്റ് വരും. കാരണം എന്താ? മരണത്തിന്മേൽ നിന്നെ ഉയർത്തി വെച്ചിരിക്കുക. ഇന്ന് ദൈവസഭയെ വാഴ്ചകൾക്ക്, അധികാരങ്ങൾ, പാമ്പിനും തേലിനും ശത്രുവിന്റെ സകല ബലത്തിന്മേലും ഉയർത്തി വെച്ചെന്ന് വെച്ചാൽ അതിനെ ചവിട്ടി നിൽക്കുക. ഒന്ന് ആലോചിച്ച്, ചവിട്ടിയാ നിൽക്കുന്നത്. ഹല്ലേലൂയ, അതെന്തൊരു ഉയർച്ച നോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അതെന്തൊരു ഉയർച്ച നോക്ക്. ശത്രുവിന് ഹല്ലേലൂയ നമ്മുടെ കാൽപാദത്തിന്റെ മേലോട്ട് പോലും കയറാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ഉയർത്തിയിരിക്കുക. ഹല്ലേലൂയ, ദൈവമക്കളെ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, തക്ക സമയത്ത് ഉയർത്തുന്നവൻ, ഹല്ലേലൂയ, നമ്മളെ കരുതുന്നവൻ. ഹല്ലേലൂയ, ഇന്ന് ചിന്താകുലങ്ങളെല്ലാം ഹല്ലേലൂയ നമ്മളെ കരുതുന്നവന്റെ മേൽ വെച്ചിട്ട് അവന്റെ കൈക്കീഴെ താണിരുന്നാൽ, അവന്റെ കൈക്കീഴെ താണിരുന്നാൽ, രോഗികളായിട്ടുള്ളവരുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രശ്നങ്ങളുള്ളവരുണ്ടോ? വേദനയാൽ ഇരിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, തോൽവികൾ ഏറ്റുവാങ്ങിയിരിക്കുന്നവരുണ്ടോ? ജയത്തെ തരത്തിലായെന്ന് വാദിക്കുന്ന ശക്തികൾ ഹല്ലേലൂയ നിങ്ങളുടെ കൺമുൻപിൽ ഉണ്ടോ? ഹല്ലേലൂയ, ഒരു വിധത്തിൽ ശുശ്രൂഷയിൽ ഉയരത്തില്ല എന്ന് ഹല്ലേലൂയ വാദിച്ച് നിൽക്കുന്ന, ബാരിയേഴ്സ് ഇട്ട് വെച്ചിരിക്കുന്ന, തലമുറ വളരാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു വാദിക്കുന്ന, ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറയുന്ന, ദേശത്തിൽ സഭ വളരത്തില്ലെന്ന് പറയുന്ന, ദേശത്തിൽ, രാജ്യത്തിൽ ദൈവനാമം ഉയർത്തുവാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന ശക്തികൾ ഉണ്ടോ? ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഹല്ലേലൂയ, ഇന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, കർത്താവേ, സകല ചിന്താകുലങ്ങളും ഞാൻ അങ്ങയുടെ മേൽ വെക്കുക. എന്നിട്ട് അങ്ങയുടെ കരത്തിന്റെ കീഴിൽ ഞാൻ താണിരിക്കുക. അങ്ങയുടെ ആത്മാവിനാൽ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന്.
അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് എല്ലാവരും കരങ്ങളെ അടിച്ച് അല്പനേരം അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. പ്രാപിച്ചിട്ടേ മടങ്ങത്തുള്ളൂ എന്ന് പറ. പ്രാപിച്ചേ ഞാൻ മടങ്ങത്തുള്ളൂ. ഇന്ന് എനിക്ക് ആത്മശക്തി ഉണ്ടാകണം. എന്തിനാ? എന്റെ ബലഹീനതകളിൽ എന്നെ കുത്തി നോവിക്കുന്നില്ലേ? പിശാചിന്റെ ചില സേനകളിൽ നിന്ന് കുത്തി ശൂലം വെച്ച് കുത്തുന്നില്ലയോ? അതിന്മേൽ ഇന്ന് ഒരു ദൈവശക്തി വ്യാപരിക്കണം. എന്റെ ബലഹീനതകളുടെ മേൽ ദൈവശക്തി, ദൈവകൃപ. ഓ രാമ ലാഭ ആത്മാവിന്റെ ശക്തി ചിലരെ തൊടട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ബലമില്ലാത്തടുത്ത് ബലം നൽകുന്നവൻ. ഇന്ന് ആ ബലത്താൽ ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നവൻ. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുമാറാക്കുന്നവൻ. ആ ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് ചിലരെ ആഴത്തിൽ തൊടട്ടെ. ഭയപ്പെടുത്തുന്ന, ഭീതി വിതയ്ക്കുന്ന ശക്തികളുടെ മേൽ ഇന്ന് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവശക്തി, ദൈവസ്നേഹം, ദൈവകൃപയും അനേക പോരായ്മകളുണ്ട്. തടിച്ച നാവുള്ളവനാണെങ്കിലും ധൈര്യമില്ലാത്തവനാണെങ്കിലും ഉൾപ്പടർപ്പിൽ ഇറങ്ങിയ ദൈവശക്തിക്ക് അവനെ ആള് മാറ്റി. ഫറവോനി ശക്തികൾക്ക് മീതെ മിസ്രയീമിൽ ഉണ്ടായിരുന്ന സകല അധികാരങ്ങൾക്ക്, ആ 10 ബാധകൾക്ക് മീതെ മിസ്രയീമിൽ വ്യാപരിച്ചിരുന്ന 10 അന്യാരാധന ശക്തികൾക്ക് മീതെ ശക്തനാക്കി മാറ്റിയെങ്കിൽ ഇന്ന് ഈ ദേശത്തിൽ വ്യാപരിക്കുന്ന എല്ലാ അന്യാരാധനയുടെയും, എല്ലാ ആഭിചാരത്തിന്റെയും, എല്ലാ മന്ത്രവാദത്തിന്റെയും, എല്ലാ ഇരുളിന്റെയും ശക്തികളുടെ മീതെ ഓരോ വ്യക്തികളുടെ മേൽ ദൈവശക്തി, ആത്മാവിന്റെ ശക്തി. ബലമില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ മേൽ ആത്മാവ് വന്ന് ആത്മാവ് അവനെ നിവർന്ന് നിർത്തിയെങ്കിൽ ഇന്ന് നീ നിന്റെ വിഷയങ്ങളുടെ മേൽ നിവർന്ന് നിൽക്കുന്ന ദിവസമാണെന്ന്. സഭ ദേശത്തിൽ ആത്മാവിനാൽ ക്രിസ്തുവേശുവിൽ നിവർന്നു നിൽക്കുന്ന ദിവസമാണെന്ന്. ഇന്ന് ദൈവാത്മാവിനാൽ ക്രിസ്തുവേശുവിൽ നിന്റെ ആരോഗ്യത്തിന്റെ മേഖലയിൽ നിവർന്നു നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ദിവസമാണെന്ന്. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കൊണ്ടിരിക്കുക, ഞാൻ ചാടി കടന്നിരിക്കുക. പിശാച് കെട്ടിയ സകല മതിലുകളെയും ഞാൻ ചാടി കടന്നിരിക്കുക.
ഓ, നീ ഉയർന്നു കഴിഞ്ഞാൽ നിന്നെ ദൈവം ഉയർത്തി വെച്ചാലുണ്ടല്ലോ, നീ നിന്റെ സൈന്യത്തിന് നേരെ നീ പാഞ്ഞു ചെല്ലണ്ട. നിനക്കെതിരായി വരുന്നത് 7 വഴിയായി പൊക്കോളും. നീ എങ്ങോട്ട് പാഞ്ഞു നീ ചെല്ലണ്ട. നിന്റെ നേരെ എന്തെങ്കിലും വന്നാൽ അത് 7 വഴിയായി, അത് 7 വഴിയായി, ഒരു വഴിയായി വരുന്നത് 7 വഴിയായി പൊക്കോളും. ഇന്ന് നീ ആത്മശക്തി ഏറ്റെടുത്താൽ, ആത്മാവിൽ നിറഞ്ഞാൽ, ഓ ദൈവത്തിന്റെ കൈക്കീഴെ താണിരുന്നാൽ, ഓ നീ സൈന്യത്തിന് നേരെ പാഞ്ഞു ചെല്ലണ്ട. നിനക്ക് എതിരെ വരുന്ന സൈന്യങ്ങൾ 7 വഴിയായി, 7 വഴിയായി. Glory, 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 glory. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നവനെ ഉയർത്തി രാജാക്കന്മാരോടൊപ്പം ഇരുത്തുന്നവൻ, കുപ്പൊടിയിൽ കിടക്കുന്നവനെ നിവർത്തി നിർത്തി ഉന്നതങ്ങളിൽ നിർത്തുന്നവൻ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ദൈവാത്മാവേ, അങ്ങ് ജനത്തെ തൊട്ടതിനായി, ഓരോ വ്യക്തിയിൽ അങ്ങ് നിറഞ്ഞതിനായി, ആ സകല മതിലുകളെയും ഓരോ വ്യക്തി ചാടി കടന്നിരിക്കുകയായി കർത്താവേ. ഒരു വഴിയായി വരുന്ന ശത്രു, ഓ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മശക്തി കണ്ടിട്ട് 7 വഴിയായി ഓടിപ്പോകുന്ന ദിവസങ്ങളാകിയാൽ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങളെ തന്നെ ആ കൈക്കീഴെ എന്നും എന്നും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങ് ഉയർത്തിയതിനായി നന്ദി, കരുതിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓസിനെ ചെന്നും പോട്ടോ ഒന്ന് ആശീർവാദം പറഞ്ഞു പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. അനീഷ് പാസ്റ്റർ ആശീർവാദം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങേ സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞായറാഴ്ചയുടെ ഈ പകൽ സമയത്തിലും കർത്താവെ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവെ അങ്ങ് ഒരുക്കിയ ഈ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ അങ്ങ് ഞങ്ങളെ ഉയർത്തുവോളം ഹല്ലേലൂയ തിരുസന്നിധിയിൽ താണിരുപ്പാൻ, ഹല്ലേലൂയ ഒരു അബ്രഹാമിനെ പോലെ, ഹല്ലേലൂയ ഒരു മോശയെ പോലെ, ഒരു ദാവീദെ പോലെ, ഹല്ലേലൂയ ഹന്ന കർത്താവിന്റെ സന്നിധിയിൽ താണതുപോലെ കർത്താവെ പ്രതികൂലമായ സാഹചര്യത്തിൽ പൗലോസ് മരണത്തെ മുമ്പിൽ കണ്ടപ്പോഴും ഹല്ലേലൂയ മരണത്തെ നോക്കാതെ തിരുമുഖത്തെ അന്വേഷിച്ചതുപോലെ ഒരു സക്കറിയാവിന് കർത്താവെ ദൈവദൂതനെ അയച്ചു വിടുതൽ നൽകിയ ഹല്ലേലൂയ കർത്താവെ അങ്ങ് ഈ ദിവസങ്ങളിൽ കർത്താവെ ദാസന്മാരിൽ കൂടെ കർത്താവെ അങ്ങ് കേൾപ്പിച്ച ആ ദൂതനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസത്തിലും ഹല്ലേലൂയ ലോകത്തിന്റെ പ്രതികൂലങ്ങളെ ഞങ്ങൾ നോക്കാതെ തിരുമുഖത്തിൽ നോക്കുവാൻ അങ്ങയിൽ നിന്നുള്ള ശബ്ദം കേട്ട് ഹല്ലേലൂയ അതനുസരിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾ മുമ്പോട്ട് ജീവിതം നയിക്കുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കണമേ. കേട്ട ദൂതനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഈ പ്രാർത്ഥനയിൽ കൂടിയ ഓരോ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ തന്നു സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ. ഞങ്ങൾ ഓരോരുത്തരെയും ഹല്ലേലൂയ ഞങ്ങൾ കാത്തിരിക്കുന്നതായ വിഷയങ്ങൾക്ക് അങ്ങ് നൽകാൻ പോകുന്ന വിടുതലിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനീഷ് ബ്രദറിനായി സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ മകനെ ഹല്ലേലൂയ അങ്ങ് ഹല്ലേലൂയ ശക്തമായി അങ്ങേ ഉപയോഗിക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വരാൻ കഴിയാതെ പലരും സൂമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഹല്ലേലൂയ ഈ ദൈവവചനം കേട്ടതായ ഓരോ ദൈവ മക്കളും ഞങ്ങളുടെ ഫോക്കസ് എല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കാര്യമുള്ളത് കർത്താവിലാകയാൽ ഹല്ലേലൂയ അങ്ങയുടെ ഹിതമനുസരിച്ച് കർത്താവിന്റെ പദ്ധതിയിലേക്ക് വന്നു ചേരുവാൻ ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രത്തോളം ഹല്ലേലൂയ ഞങ്ങളെ കരുതിയ കരുതലിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസത്തെ കാണാൻ ആഗ്രഹിച്ച പലരും മരണപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവൻ അങ്ങേക്ക് വിലയേറിയതായി ഹല്ലേലൂയ അങ്ങ് കണ്ടിരിക്കാൻ ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിച്ച ഹല്ലേലൂയ കർത്താവെ ഞങ്ങളെ നടത്തിയ ഓരോ വിധങ്ങളെയും ഓർത്തപ്പോഴും അങ്ങേ സ്തുതിപ്പാൻ കർത്താവ്
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ അങ്ങ് ഞങ്ങൾക്കായി കരുതുന്ന കർത്താവാകയാൽ ഹല്ലേലൂയ, അങ്ങിൽ എപ്പോഴും ഞങ്ങൾ സന്തോഷിപ്പാൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്രത്തോളം നടത്തിയ അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. വരും ദിവസങ്ങൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ഹല്ലേലൂയ ദിവസങ്ങളായിരിക്കാൻ അപ്പോൾ തന്നെ ഹല്ലേലൂയ ദേശത്തിനായി ഹല്ലേലൂയ ഞങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെയും പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്ധകാര മണ്ഡലങ്ങളെ തകർക്കത്തക്കവണ്ണം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെയും പ്രകാശിപ്പിക്കാൻ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങ് യൂസ് ചെയ്യണമേ. ഹല്ലേലൂയ ഞങ്ങളുടെ സഭയിലെ യൂത്തിനായി സ്തോത്രം. അവർ പ്രാപിച്ചതായ ദൈവ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. കർത്താവിനായി ഹല്ലേലൂയ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒരു വെളിച്ചമായി പ്രകാശിക്കാൻ ഹല്ലേലൂയ ഓരോരുത്തരെയും ഇടയാക്കണേ. വരാൻ കഴിയാതെ പോയ ഓരോ ദൈവദാസന്മാരും ഹല്ലേലൂയ ദൈവമക്കളും ഹല്ലേലൂയ മരണത്തെ ജയിച്ചതായ കർത്താവേ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒരു ജയാളിയായി നിർത്തണമേ. ഹല്ലേലൂയ ജനത്തെ സഭയിൽ കൂട്ടിച്ചേർക്കണമേ. ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദേശത്തിന് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ഇടയാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച വിഷയത്തോടും ഇന്ന് കേട്ട ദൂതിനോടും സകല ജനത്തോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർഹപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു വേഗം വരണമേ. സന്തോഷത്തോടെ പോയാട്ടെ. നിങ്ങൾ ധാരാളമായി ഇരിക്കുന്നു.